ഹായ്, എന്താ പാട്? സുഖല്ലേ? ഈ സോഷ്യൽ മീഡിയ കണ്ട് തുറന്ന നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാതെ ഇരിക്കൂല. വേറൊന്നുമല്ല, ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ബ്ലോഗേഴ്സുകൾ തമ്മിലുള്ള അടി ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ഗുണ്ടകളും ഗുണ്ടികളൊക്കെയാണ്. ആരെ കുറിച്ചിട്ടാ പറയണത് അറിയോ? ഇപ്പോ ഒരു 4 ഇറങ്ങിയിരിക്കണു. എന്താ പറ്റിയുടെ ഉദ്ദേശം എന്ന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. റമദാൻ 1 മുതലേ തുടങ്ങിയതാ. ഇന്റെ പെണ്ണുങ്ങളെ ഓ അടിച്ചുകൊണ്ട് പോയി, ഓള മാപ്പിളനെ ഇവ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്തായിട്ട് മെഹനാസിന്റെയും ഫസ്മിനാടിയും പേരിൽ പോലീസ് ഒരു കേസ് എടുത്തു. എന്തിനാ അറിയോ? ഓലൊക്കെ വലിയ ഗുണ്ടകളാ. ഈ മെഹനാസിന്റെ 2ാമത്തെ ഭാര്യ സഫയുടെ വീട്ടിലെ ഒരു കാർ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ ആലുവയിലേക്ക് വണ്ടി നിർത്താൻ വന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ മെഹനാസും ഈ ഫസ്മിനിയും കൂടെ കൂടിയിട്ട് ഇവനെ നന്നായിട്ട് പഞ്ഞിക്കിട്ട്. ഇവർക്ക് കമ്പനിക്കാരൊക്കെ ഉണ്ട്, കാരണം ഇവര് ഭയങ്കര ഗുണ്ടകളല്ലേ, പേരിന് ഭയങ്കര സെലിബ്രിറ്റി. സംഗതി എന്തായാലും സുജാ പാർവതിയുടെ പുതിയ ചാനലിൽ നല്ലൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ? ന്യൂസുകൾ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടോ? ആലുവയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം. ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനുമെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? തീർച്ചയായും റീച്ചും എല്ലാം കഴിഞ്ഞപ്പോൾ വിഷയം പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലുവൻസർമാരായ വലിയ ആരാധകരുള്ള മെഹനാസും ഒപ്പം തന്നെ ഫസ്മിനയുമാണ് ഇപ്പോൾ കേസിൽ. കേട്ടില്ലേ? തട്ടിക്കൊണ്ടുപോയിന്ന്. ഇവരൊക്കെ ഫുട്ബോളാണ് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് പറഞ്ഞ 2ാമത്തേന് തട്ടിക്കൊണ്ടുപോകാം. അതിലേറെ വലിയ ഹൈലൈറ്റ് കോമഡി എന്താ അറിയോ? ഇവരൊക്കെ വലിയ ആരാധകരില്ല ആളാത്തത്. എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ആരാധിക്കണത്? അതാണ് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടാത്തത്. എന്ത് ആരാധിക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇവരെ നിങ്ങൾ കണ്ടിരിക്കുന്നത്? സത്യത്തിൽ ആരാണ് ഈ ആരാധകര്? എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. കുറെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മൾ ആരാധിക്കുന്ന ആളുകളാ. ഇതിന്റെ വലിയ കോമഡി എന്താ അറിയോ? ഇവര് പരസ്പരം ഞാനാണ് നല്ലത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ മെഹനാസിന്റെ 2ാമത്തെ ഭാര്യ സഫയും ഈ ഫസ്മിനാന്റെ ഇപ്പൊ നിലവിലുള്ള ഭർത്താവ്, നിലവിലെന്ന് പേരിനുള്ള ഭർത്താവാണ്, അല്ലാണ്ടപ്പോ അത് ഒരു നമ്മളെ മനുഷ്യന്മാരമായുള്ള ഭർത്താവൊന്നുമല്ല. ഇവളുടെ ഭർത്താവ് എന്താ വല്ലിയോ എല്ലിയോ അങ്ങനെ എന്തോ ഒന്നാണ്. ഇവനും ഈ സഫയും തമ്മിലത്ര ഭയങ്കര രഹസ്യബന്ധം. എന്നിട്ട് ആ ബന്ധം സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളും ഭയങ്കര കഷ്ടപ്പാടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സഫയുടെ വീട്ടില് കാർ ഓടിക്കുന്ന ഊബർ ഡ്രൈവറെ ഇവര് പിടിച്ച് തല്ലിയത്. തല്ലും ചെയ്തു. അത് പാക പണിയായി കിടക്കുകയാണ്. തട്ടിക്കൊണ്ടു പോയിട്ട് തുണിയും കോണാനൊന്നും ഇല്ലാതെ എത്ര തല്ലിയിരിക്കണത്. അതിന്റെയൊക്കെ വീഡിയോസ് അടക്കം ഇവര് പിടിച്ചു വെച്ചിക്കണു. എന്നിട്ട് ഇത് കേസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുള്ള വെല്ലുവിളി നടത്തിക്കണു. സംഭവം എന്തായാലും FIR ഒക്കെ എഴുതിക്കണു. 5-6 പേർക്കെതിരെ FIR എഴുതിക്കണു ഇപ്പൊ ആലുവ പോലീസ്. എനിക്കിപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവരെത്ര ആരാധിക്കാനുള്ള ക്വാളിറ്റി ഈ കാണേണ്ട ഫോളോവേഴ്സിനെ എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇവരൊക്കെ റീച്ച് എന്താണ്? ഇവരെന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? എന്തെങ്കിലും ഉപകാരം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതായത് ഈ മെഹനാസിന്റെ മുൻ ഭാര്യ ഗൾഫിൽ വെച്ചിട്ട് UAE വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ നടന്നിട്ട് നാട്ടിലേക്ക് ബോഡി എത്തി മറവ് ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ ഈ സഫ വന്നിട്ട് ഈ മെഹനാസിനെ കെട്ടി. അതൊക്കെ നമ്മൾ കണ്ടതാ. അതിലെന്നെ ഈ സഫയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതും ഇവർക്ക് എത്രയായിരുന്നു മുൻ ഭാര്യനോടുള്ളത്, മെഹനാസിന് മുൻ ഭാര്യനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒരു സൈഡില് 2 നന്മ മരങ്ങള്, ഓലത്ര നല്ലൊരു വേറെ ആരും ഇല്ല. ഇനി വേറെ ഈ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ 2 നല്ല മനുഷ്യന്മാരുണ്ട്. ആരൊക്കെ അറിയോ? ഒന്ന് ഈ ഫസ്മിന, ഒന്ന് ഓളെ കെട്ടിയോ ലല്ലു, ലല്ലു അങ്ങനെ എന്തോ ഒരു വല്യാണ്, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പൊ ഓന് ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് തർക്കം ഉണ്ടെങ്കിൽ ആ വാക്ക് തർക്കം ഫേസ് ടു ഫേസ് അല്ല ഇവര് തീർക്കുന്നത്. ഇവനെന്ത് ചെയ്യും? ഓന്റെ ചാനലിലിടും. ഇവളെന്ത് ചെയ്യും? ഇവളെ ചാനലിലിടും. എന്നിട്ട് അത് കണ്ടിട്ട് വേണം ഇവര് തമ്മിൽ മനസ്സിലാക്കണം ആരത്തെ തെറ്റ് ആരത്തെ. ഇനി അതല്ല, ഇത് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ആരാധകര് ഫോളോവേഴ്സ് ഓല് വേണം ജഡ്ജ് ചെയ്തിട്ട് അന്നെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് പറയാൻ. അപ്പൊ ആ കമന്റിന്റെ ആ ലൈക്കിന്റെ ആ വ്യൂസിന്റെ എണ്ണം നോക്കിയിട്ടാണ് ഇതിൽ ആരാ കുറ്റക്കാരെന്ന് ഇവര് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ. നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ? നിങ്ങൾ നോലുമ്പും നോറ്റ് അവിടെ ഇരുന്നോളി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇടക്ക്. ഇതിൽ 1-ാം നോൽമ്പിന് തുടങ്ങിയതാ. എന്നാ വരെ പേരൊക്കെ മെഹനാസ്, സഫ, പിന്നെ മറ്റേ ചെക്കന്റെ പേരെന്താ, സാക്കിറോ, ഈ ലല്ലു എന്ന് വിളിക്കണേ ആ ചെക്കന്, പിന്നെ അതേമാതിരി ഫസ്മിന, എല്ലാം നല്ല ദീനുൽ ഇസ്ലാമ. പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞിരുന്നു റമദാൻ വന്നാൽ ചെയ്ത്താനെ കെട്ടിയിരുന്നു. എവിടെ കെട്ടിയിരുന്നു? വെറുതെയാണ്. ഈ കണ്ട ചെയ്ത്താന്മാര് മുഴുവൻ പുറത്തുകൂടെ നടന്നിട്ടാ പറയുന്നത്
റമദാനിന് ശൈത്താനെ കെട്ടിയിടുന്നു. ശൈത്താന്റെ കാര്യം അവിടെ വെക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്മിന നിരന്തരം ഇവനിക്ക്, അതായത് ഇവളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭർത്താവ്, വേർപിരിഞ്ഞിരിക്കുന്ന ഭർത്താവിനെ കുറിച്ചിട്ട് ദിവസം ഇടും. ഓരോ കഥകളായിട്ട് ഇങ്ങനെ ഇടും. ഈ കഥയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ പരിപാടി എന്താ അറിയോ? ഞാൻ അപ്പൊ കാണിച്ചുതരാം. അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവള് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് എന്റെ കൂടെ വന്നിരിക്കുന്നത് ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം ഫുള്ള്. ഞാൻ ബാംഗ്ലൂർ നോക്കുമ്പോ എന്റെ റൂമിൽ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഓളെന്നെ റൂം എടുത്തിട്ട് ഓളതിന് അവിടെ ഒരാഴ്ചത്തോളം ഈ വീഡിയോ കിട്ടിയതിന്റെ ശേഷം ഒരാഴ്ചത്തോളം ഞങ്ങൾ താമസിച്ച്. അത് കഴിഞ്ഞതിന്റെ ശേഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഇവിടെ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. എന്റെ കൂടെ താമസിക്കുമ്പോ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. അതെന്തിനാ? അതന്നെ ഞാൻ പറഞ്ഞ, ഇവളത് ക്യാഷാണ്. അപ്പൊ ഇത് ലല്ലുവിനെ അറിയാമായിരുന്നിട്ടും ലല്ലു ഇത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് വീഡിയോ. എന്നോട് പറഞ്ഞു രണ്ടു വീഡിയോ കൂടെ ഇട്ട കുറച്ച് ക്യാഷ് ആവുക കഴിഞ്ഞിട്ട് നിർത്താൻ. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ വിറ്റ് ഈ ക്യാഷ് ഉണ്ടാക്കണേ? എനിക്ക് എന്തായാലും നിന്നോട് കൂടെ ജീവിക്കും വേണ്ട. പിന്നെ അതേമാതിരി നീ എന്താച്ചു കാട്ടി, എനിക്കൊരു പ്രശ്നം. കേട്ടോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് ഇവരൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് തനി ചെറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. അതിൽ വിഡ്ഢികളാകുന്ന കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ ഈ ഫസ്മിന അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ലല്ലുവിനെതിരെയുള്ള വീഡിയോ ഇടും. അതിന് വരുന്ന റീച്ച് എത്രയാ അറിയോ? അതിൽ വരുന്ന കമന്റും അഭിപ്രായം എത്രയാ അറിയോ? ഇതൊക്കെ ഇവള് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇവളെന്താ ചെയ്യുന്ന അറിയോ? നേരെ ഇവന്റെ റൂമിൽ പോയിരിക്കുക. ഇതൊന്നും അറിയാതെ കുറെ മൊയന്തുകള് ഇതില്. ഇനിയിപ്പോ ഓൻ എന്താ പറയാനുള്ളത്, ഇവളിത് പറഞ്ഞില്ലേ എന്നുള്ളത്. ഇതൊക്കെ ഒരു പക്കാ നാടകമാണ്. ഈ നാടകം തന്നെയാണ് ഈ മെഹനാസും കളിക്കുന്നത്, അറിയോ? മെഹനാസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് ചത്താലും ആര് ജനിച്ചാലും ആ ഒരു പ്രശ്നമില്ലാത്ത ആളാ. ഓന്റെ കാര്യങ്ങൾ മാത്രം നോക്കും. സ്വന്തം കെട്ടിയോള് തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് അത് വരെ ലൈവ് ഇട്ടിട്ട് സ്റ്റോറി ഇട്ടിട്ടും റീലിട്ടിട്ടും ആഘോഷിച്ച മുതലാ. കണ്ടന്റ് വിട്ടിട്ടില്ല ഒരു കളിക്കും ഇവരാരും തയ്യാറല്ല. എന്നിട്ട് ഇതിന്റെ വാലും തല ഒന്നും അറിയാതെ ബിഗ് ടി വി അറിഞ്ഞിട്ടില്ല സുജയ് പാർവതിയുടെ പുതിയ ചാനലുണ്ടല്ലോ, അതിനകത്ത് ഒരു ന്യൂസും വന്നിട്ടുണ്ട് ഇവരെ കുറിച്ചിട്ട്. ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്ന ചാനല്, സാധാരണ നാട്ടിൻപുറ ചാനല് വരെ ഇവരൊന്നും പിന്നാലെ പോകൂല. എന്നിട്ട് ഒരു ചാനല് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ ന്യൂസാക്കി ഇത്ര വലിയ പ്രൊമോഷൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ആ ന്യൂസ് വന്നു എന്നുള്ളത് ഓളെ ഫോളോവേഴ്സിനോടൊന്ന് അറിയിക്കണ്ടേ? ഇത് അറിയാത്തവരും കാണാത്തവരും ഉണ്ടാവൂലേ? അപ്പോ ഓളെ വക വേറൊരു പ്രൊമോഷൻ. കേട്ടോ, നിങ്ങളെല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലില് എനിക്കെതിരെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കമ്പിപ്പാര വെച്ച് നഗ്നമായിട്ട് നിർത്തി ഊബർ ഡ്രൈവറിനെ തല്ലിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഈ ചാനലിനോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് ന്യൂസിനോ കണ്ടന്റിനോ ക്ഷാമം ഉണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ തലയിലോട്ട് എടുത്തല്ല ന്യൂസ് ഇടുക. കാര്യം അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് മാത്രമാണ് ന്യൂസ് ഇടേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും വന്ന് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ വെറുതെ ഒരു ആളെ അപമാനിക്കാൻ നിൽക്കരുത്. എന്റെ ഫേസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അവളെ പൈസ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ മോശമല്ല പരിപാടിയാണ്. കാരണം പറുതിട്ട് മുഖം മറച്ച് നടക്കുന്ന ഒരു പെണ്ണാവള്. അവളെ പൈസ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇത്. ഇവളേതാ മുതലാറിയില്ലേ? ഇവള് നട്ടപ്പായരാക്ക് തൊപ്പിനെ കാണാൻ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിരുന്നില്ലേ? എനിക്ക് ഇനിയിപ്പോ എന്തായാലും അത് ഇവിടെ കാണിക്കാൻ താല്പര്യമൊന്നുമില്ല. അത് കാണാത്തോലും ഉണ്ടാവൂല. എന്നിട്ട് ആ നട്ടപ്പായര 1 മണിക്ക് അവള് വന്നിട്ട് ഈ കൊച്ചിയിൽ വന്ന് നിന്നിട്ട് പറയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊപ്പിയെ നിങ്ങളെ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം, നിങ്ങളോടുള്ള അമിത ഇഷ്ടമാണെന്ന്. എന്നിട്ട് അതൊക്കെ വിശ്വസിച്ചിട്ട് തൊപ്പി കുറെ കാലം ഇവളെ പിന്നാലെ നടന്നു. പിന്നീട് തൊപ്പിക്ക് കാര്യം മനസ്സിലായി, ഇവൾക്ക് ഞാൻ മാത്രമല്ല ഇവള് വഴി കൂടെ പോണവരോട് മുഴുവൻ പറയുന്നുണ്ട് ഈ ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് തൊപ്പിയാണ് മാറിയിരുന്നു. എന്നിട്ട് തൊപ്പി കുറച്ചു കാലം സ്റ്റോറിയൊക്കെ ഭയങ്കര സൈഡിലൊക്കെ വെച്ചിരുന്നു. ഇവള് നേരെ അപ്പൊ ലല്ലുവിന്റെ പിന്നാലെ പോയി. ഇപ്പൊ ആ ലല്ലു ആണ് മോശം എന്നും പറഞ്ഞിട്ടാണ് ഓള് വന്നിക്കുന്നത്. ഇത് 4 തീട്ട കേസാ. ഇതിന്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങളെ ടൈം കളയണ്ട. കാരണം എന്താ അറിയോ? ഇവര് പക്ക ഡ്രാമ, എല്ലാം പ്ലാനഡ് കളിയാണ്. ഇതൊന്നും അറിയാതെ വെറുതെ പൊട്ടനായിട്ട് നിങ്ങൾ അതിന് നിന്നു കൊടുക്കണ്ട. സ്വയം കുറച്ച് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചാനല് അറിയാതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഫോളോ ആക്കിയിട്ട് ഒന്നാമത് പേക്കളി. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താ അറിയോ? ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഹനാസിനും ഈ ഫസ്മിനക്കും പാടെ വേണ്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ സഫയും ഈ ലല്ലുവിനെയും തമ്മിലുള്ള രഹസ്യങ്ങൾ പുറത്താക്കുക എന്നുള്ളതാണ്. ഇത് ഇന്നാകും നാളെ ആകുമെന്നും വിചാരിച്ചിട്ട് ഇവരെ ചാനലും കണ്ടുകൊണ്ടിരിക്കണവരുണ്ടല്ലോ, നിങ്ങളൊക്കെ പമ്പര വിഡ്ഢിയാകുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു തേങ്ങയില്ല. കാരണം ഇവരുടെ മുമ്പത്തെ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ അറിയും ഇവരുടെ ക്വാളിറ്റി എന്താണ്. ഇവരിഞ്ഞ് മോശമായാലെന്താ, നല്ലതായാലെന്താ. ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലൊന്നും കയറിയിട്ട് അഭിപ്രായം പറയരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺഫോളോ ആയിക്കളാം. എന്തിനാ ഇതൊക്കെ വെറുതെ തലയിൽ വെച്ചും കൊണ്ട് നടക്കണം? എന്നാ ശരി, പോട്ടെ. ഓക്കെ, ബൈ.